അക്ബർ ചോദിക്കുക പുറത്തെ പാടൊക്കെ ഇങ്ങനെയുണ്ട്. പാടെന്ന് വെച്ചാൽ ശൈത്യം ചോദിക്കുക. അല്ല സുഖമല്ലേ പുറത്തൊക്കെ? ആ സുഖമാണ്. അപ്പം അപ്പാനി ചോദിക്കുന്നു, അച്ഛൻ വന്നില്ലേ ഇന്ന് എയർപോർട്ടിൽ? ആ അച്ഛനാണ് കൊണ്ടുപോയിട്ട് എയർപോർട്ടിലെന്ന് ശൈത്യ പറയുന്നത്. ശൈത്യ ചോദിക്കുകയാണ് എയർപോർട്ടിൽ വന്നപ്പോൾ മീഡിയ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു, മലപ്പുറത്തെങ്ങാണ്ടുള്ളവരുണ്ടായിരുന്നു, കൊയിലാണ്ടിയിലായിരുന്നു എന്ന് പറയുന്നു. ആതിര ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ, ഫ്ലൈറ്റിൽ നിന്നാണോ വന്നതെന്ന്? സീറ്റ് ഉണ്ടായിരുന്നോ? അക്ബർ ഇരുന്നുകൊണ്ട് പറയാണ്, ഞാനിങ്ങനെ പോയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ പ്രോഗ്രാമിനൊക്കെ പോകുമല്ലോ, നമ്മൾ വെളിയിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ഒരാളെ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ആൾ പറയാണ്, ഞാൻ പ്രോഗ്രാമിനൊക്കെ വരാം, പക്ഷേ ഞാൻ ഫ്ലൈറ്റിലേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ വെളിയിലോട്ട് പോകണമെങ്കിൽ ഫ്ലൈറ്റല്ലേ ഉള്ളു. അപ്പോൾ അത് പറഞ്ഞിട്ടൊക്കെ ചിരിക്കുകയാണ്. അപ്പം സരിക പറയാം, ഞാനൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോഴേ പ്രോഗ്രാമിൻ്റെ എമൗണ്ടിനേക്കാളും കൂടുതൽ ടി എ പറയുന്നത്. അപ്പോൾ ടി എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശൈത്യം ചോദിക്കുന്നു ടി എ എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പോൾ പറഞ്ഞാൽ അത് ട്രാവലിങ്ങില്ലേ അതിൻ്റെ പേയ്മെൻറ്റ്, അത് 2000 എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ എങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് ഞാനങ്ങ് പറയുമെന്ന്. ശരത്ത് പറയാം, നമ്മൾ കുറച്ച് പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അക്ബർ ചോദിക്കുക എവിടെ? സീരിയസ് ആയിട്ടും പറയാണ്. അന്നേരം അക്ബർ ചോദിക്കുന്നത് എവിടെ പിടിച്ചേക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ചിരിക്കുന്നത്. ശരത്ത് പറയാം, നമ്മളെ ഇവർക്കൊന്നും ഒരു വിലയില്ലേ എന്ന് അക്ബറിനെ നോക്കി പറയുകയാണ്. ജിസേലിൻ്റെ കരച്ചിൽ അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത്. അക്ബർ പറയുന്നത് പാവയ്ക്ക് വേണ്ടി ഇതാ ഇവിടെ നിന്നുള്ളൊരു കരച്ചിൽ അടിപൊളിയായിരുന്നു. ആ കരച്ചിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്ന അക്ബർ. രേണു ചേച്ചിയാണ് പൊളിച്ചതെന്ന് ശരത്ത് പറയുന്നത്. പോടാ 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 എന്ന് പറഞ്ഞ് രേണുവിനെ അനുകരിച്ച് കാണിക്കുന്നു. എന്തിനാടാ നീ അനിമോടെ മൂക്കിൻ്റെ പാലമൊക്കെ അടിച്ച് പൊട്ടിച്ചതെന്ന് അക്ബറിനോട് ചോദിക്കുന്നത്. അക്ബർ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു പാലം, അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാമെന്ന്. ഇവിടെ മൂക്കിൻ്റെ പാലാണെന്ന് വിചാരിച്ചില്ലേ? ഞാൻ വേറെ പാലമാണെന്നാണ് വിചാരിച്ചതെന്ന്. പിന്നെ പൊട്ടിയപ്പോഴല്ലേ മൂക്കിൻ്റെ ആണെന്ന് മനസ്സിലായത്. ശരത്ത് പറയും, എന്തുകൂടെ എപ്പിസോഡിൽ നീ കാണിച്ചത്? ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അനീഷിൻ്റെ തലക്കിട്ട് ഇവനൊരു ഒറ്റ കൊട്ട്. എൻ്റെ കയ്യിൽ കയറി കടിച്ചപ്പോൾ ഞാനൊരു ഒറ്റ പെട കൊടുത്തു മണ്ടേ മേൽ. ഈ നൂത്തി കാണിക്കുന്നത് ഇങ്ങനെ അടിക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷെ നന്നായിട്ട് തന്നെ ഞാൻ കൊടുത്തേന്ന്. ഒക്കെ അനുവും വേറെയുള്ള ടീംസൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ വേറെ ആർക്കെങ്കിലും പോയി കൈ തട്ടിയാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചതെന്ന് പറയുന്നത്. എത്ര കൂളായിട്ടാണ് അനീഷിൻ്റെ തലക്കടിച്ചതിനെ പറ്റി ഇരുന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ട് അടിക്കുക. അനീഷിന് പരാതി ഉണ്ടായിരുന്ന അക്ബർ പുറത്തു പോയത്. അക്ബർ അടിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എല്ലാവർക്കും. നമ്മളെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? ഇങ്ങനെയാണോ ചെയ്യുന്നത്? കടിച്ചതാരും കണ്ടില്ല, പക്ഷേ അക്ബർ അടിക്കുന്നതാണ് കണ്ടത്. പിന്നെ ദീപാവലിയുടെ ചർച്ചയായി. ഇവിടെ ഭയങ്കര രസമായിരുന്നു ദീപാവലിക്ക്. ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചെന്ന് അക്ബർ പറയുന്നു. ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് പറയുന്നു, പോടാ ആടാ ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, നീ കണ്ടില്ലേ? അത് ടിക്കറ്റ് ഫിനാലയുടെ തലേന്ന് എല്ലാവരും ആകാശത്തോട്ട് നോക്കി നിൽക്കാൻ പറയുന്നു. അപ്പോഴാണ് മറ്റേ ഇല്ല സാധനം, ഗുണ്ട് വെടിക്കെട്ടല്ല, കളറിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ വരുമായിരുന്നു. മേലെ പോയിട്ട് അങ്ങനെ തിരിഞ്ഞ് കറങ്ങി ഇങ്ങോട്ട് വരുന്നു. അത് ഭയങ്കര ഒരു വ്യൂ ആയിരുന്നെന്ന് അക്ബർ കാണിച്ചു കൊടുക്കുന്നു. സരിക എവിഷന് പോയി സ്റ്റോർ റൂമിൽ നിൽക്കുമ്പം അയ്യോ ബിഗ് ബോസ് തുറക്കാൻ പറ്റത്തില്ല, തുറക്കാൻ പറ്റത്തില്ലടാ എന്നൊക്കെ സ്റ്റോർ റൂമിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അക്ബർ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. അപ്പോൾ സരിക പറയുന്നു, ഇല്ലില്ല അതൊന്നുമില്ല എന്ന് പറയുന്നു. ഇല്ലടാ ഞാനൊന്നും കാണിച്ചില്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞതും ഇല്ല കാണിച്ചതും ഇല്ലെന്ന് സരിക പറയുന്നു. മേച്ച് ടാസ്ക് തരാൻ വേണ്ടി ഗെയിം ഏതോ ഒരു ലെറ്റർ എടുക്കാൻ പറഞ്ഞ് ഞാൻ ടാസ്ക് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ നോക്കിയപ്പോൾ ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നു. അത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ടാസ്ക് ആയിരിക്കും പറഞ്ഞ് പോയപ്പോഴേ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നു. എല്ലാവരും കൂട്ടത്തട കിടന്ന് ചിരിക്കുന്നു. അമ്മയായിരിക്കും നിങ്ങളും എനിക്കും കൂടെ കളിക്കാൻ വേണ്ടി തൊട്ട് കളിക്കത്തില്ലേ, അങ്ങനത്തെ ഗെയിം എങ്ങാണ്ടായിരിക്കുന്നത്. അത് തൊട്ട് കഴിഞ്ഞാൽ ഞാനവിടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞാനവിടെ നിൽക്കുന്നതെന്ന്. അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോഴെൻ്റെ കണ്ണി വന്ന് ആരോ കെട്ടി. അപ്പം ഞാൻ ഉറപ്പിച്ച് കണ്ണ് കെട്ടി കളിയുന്നു. ഒരാൾ വന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എൻ്റെ മോള് ചോദിക്കുന്ന ചേച്ചി സംസാരിച്ചില്ലേ? ഇല്ല ഞാൻ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചു. എന്തായാലും അതൊരു വലിയ കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.